തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന് നടന്ന LDC പരീക്ഷയുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അവലോകനം ചെയ്യുന്നത്. ആദ്യത്തെ പരീക്ഷയാണ് LD ക്ലർക്ക് പരീക്ഷയിലെ വിവിധ ജില്ലയിൽ നടക്കുന്ന പരീക്ഷയുടെ ആദ്യത്തെ പരീക്ഷയാണ്. ചോദ്യങ്ങൾ അത്യാവശ്യം നിലവാരം പുലർത്തിയ GK ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിൽ വന്നത്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല, ഇതിന്റെ ഉത്തരങ്ങളിലൂടെയാണ് പോകുന്നത്. എല്ലാ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എയ്സിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് എന്നുള്ള ചോദ്യം. നമുക്ക് 4 ക്രമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവന്റുകളുടെ ചോദ്യമാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇതിൽ ഏതാണ് ഇതിന്റെ ഓർഡർ എന്നാണ് ചോദ്യമുള്ളത്. കൃത്യമായിട്ട് വർഷങ്ങൾ വെച്ചിട്ട് ഓർഡർ ചെയ്യേണ്ട ചോദ്യമാണ്. ഞാൻ ഇതിന് ആൻസർ ആയിട്ട് നൽകുന്നു. ബി ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 2, 4, 1, 3 എന്ന ക്രമത്തിലാണ് അതിൻ്റെ കാലഗണനയുള്ളത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. നാലാമത്തെ ഓപ്ഷനിൽ രണ്ടാം വട്ട മേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇങ്ങനെ 4 സെന്റൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്, എപ്പോഴും ഓർത്തു വെക്കുക, ആൻസർ ആയിട്ട് വരുന്ന 1, 2, 4 എന്നുള്ള ഉത്തരമാണ് നമുക്ക് വരുന്നത്. അതിൽ സി ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ എ കോഡാണ് വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ കോഡ് എ ആണ് വായിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യന് വീണ്ടും പ്രസ്താവന ചോദ്യങ്ങളാണ്. അത്യാവശ്യ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് ധാരണയുള്ളവർക്ക് ആൻസർ ചെയ്യാവുന്ന ചോദ്യവുമാണ്. താഴെ കൊടുത്ത പ്രസ്താവനയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. 1949 ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം, ദാറ്റ് ഈസ് നാറ്റോയുടെ ആസ്ഥാനം ജനീവയിലാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിലെ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്നൊക്കെ നൽകിയ ചോദ്യമാണ്. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ആൻസർ ബന്ധമില്ലാത്തത് എന്നുള്ള ചോദ്യത്തിന് 2, 4 എന്നുള്ള ഉത്തരമാണ് നമുക്ക് വരുന്നത്. 2, 4. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, നാലാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. നാലാമത്തെ ചോദ്യത്തില് കൃത്യമായിട്ട് നോക്കുക. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജോഡിയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 4 ജോഡികൾ നമുക്ക് തന്നിട്ടുണ്ട്. തെറ്റായ ജോഡിയിൽ നിങ്ങൾ ചോദ്യം നോക്കൂ. തെറ്റായ ജോഡിയിൽ നമുക്ക് ഇവിടെ 3 മാത്രം എന്ന് പറയുന്ന ഉത്തരമാണ് നമുക്ക് വരുന്നത്. 3 മാത്രം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വേഗത്തിൽ ആൻസറിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളാണ് അഞ്ചാമത്തെ ചോദ്യത്തിലുള്ളത്. അഞ്ചാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ ചില പ്രത്യേകതകളൊക്കെ തന്നിട്ടുണ്ട്. ഇതില് നോക്കൂ, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. 1987 ഭാരതരത്നം ലഭിച്ചു എന്നും ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന സ്ഥാപിച്ചു എന്നതൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇവയെല്ലാം എന്നാണ്. അതെല്ലാം ഖാൻ അബ്ദുൽ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. ഇത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുണ്ട്. ഫസൽ അലി, HN ഹൃദയനാഥ് കുൻസുരു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ്. 1, 3 and
4 എന്ന് പറയുന്ന ഉത്തരവുണ്ട്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക്, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് എഗെയിൻ സ്റ്റേറ്റ്മെന്റ്, തുടർച്ചയായ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. അപ്പൊ അത്യാവശ്യ നിലവാരത്തിലുള്ള GK ആണ് നമുക്ക് പറയാം. അതിൽ തുടർച്ചയായ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എറർ പോസിബിലിറ്റി കൂടുതലാണ്. ഏഴാമത്തെ ചോദ്യത്തിൽ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന ചോദ്യമാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് N2O അല്ലെ, N2O ഒരു ഹരിത ഗൃഹവാതകമാണ്. ഗ്രാഫൈറ്റ് ഒരു തരം അവസാദ ശിലകളാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇതിന്റെ ഉത്തരം 1-3 എന്ന് പറയുന്ന ഉത്തരം, 1-3 എന്ന് പറയുന്ന ഉത്തരം. ദെൻ അടുത്ത ചോദ്യം, അതിൽ 1-3 ഒന്ന് നോക്കുക കേട്ടോ, 1-3 2-3 എന്നൊക്കെ പറയുന്ന, നമ്മളിവിടെ 1-3 എന്നുള്ള ഉത്തരമാണ് കൊടുത്തത്. ദെൻ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹമേത് എന്ന് പറയുന്ന ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹമേത്? അവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, എല്ലാം ഞാൻ വായിക്കുന്നില്ല, അഗുൽഹാസ് പ്രവാഹം എന്ന് പറയുന്ന ഉത്തരം, ഡി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് 1-4 എന്നിവ. സി ഓപ്ഷൻ ആണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യന്റെ, സി ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, സി ഓപ്ഷൻ ആണ്. ഇനി പത്താമത്തെ ചോദ്യത്തില് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യമുള്ളത്. പത്താമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഹരിക്കെയിൻ, ഡി ഓപ്ഷൻ ആണ് ഹരിക്കെയിൻ. ഇനി നോക്കൂ, 11ാമത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറെ നമ്മൾ കണ്ടത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നോർമൽ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണത്. കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത് എന്നാണ് ഒരു നമുക്ക് നോക്കാം. അതിൽ സി ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്, NW നാഷണൽ വാട്ടർവേ, NW3. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 12ാമത്തെ ചോദ്യവും അതൊരു ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് 12ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത് എന്നാണ്. ചൈന, സൗദി അറേബ്യ, ബ്രിട്ടൻ, ഇന്ത്യ എന്നാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സൗദി അറേബ്യ ആണ് ഓപ്ഷൻ. ദെൻ 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? അവിടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. രണ്ടാമത്തെ സെന്റൻസ്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 3 ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഡി ഓപ്ഷൻ ആണ്. പ്രസ്താവനകൾ 1, 2, 3 പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്, 4 ശരിയല്ല എന്നുള്ള. ദെൻ 14ാമത്തെ ചോദ്യം കുറച്ച് ഇലാബറേറ്റഡ് ആയിട്ട് തന്ന ചോദ്യമാണ്. നമുക്ക് 14ാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ ക്രമം ഏത് എന്നാണ്. അപ്പൊ അത് നമ്മുടെ പുതിയ ഒരു കറണ്ട് അഫയേഴ്സിനെ ടച്ച് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ സി ആണ്, ബി ഓപ്ഷൻ ആണ്, സോറി സി അല്ല, നമുക്ക് ഏതാണ്, ബി ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത്, ബി ഓപ്ഷൻ. ഓക്കെ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക്
റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. പ്രസ്താവന 1, 2 ഉണ്ട്. അതിൽ നമുക്ക് എ ഓപ്ഷൻ ആണ് വരുന്നത്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. ഏതാണ്? പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. ഇനി 16ാമത്തെ ചോദ്യം ഇന്ത്യൻ എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ആണ് 2413 എന്ന് പറയുന്ന ഉത്തരം. ഡി ഓപ്ഷൻ ഉണ്ട് 2413 എന്ന ഉത്തരം. ദെൻ 17ാമത്തെ ചോദ്യം വീണ്ടും പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു LD ക്ലർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം നല്ല സമയമെടുക്കുന്ന ചോദ്യങ്ങളാണ് വന്നത്. 17ാമത്തെ വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന 1, 2 എന്ന രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ഘടനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വളർച്ച കൈവരിക്കുക പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവനയുണ്ട്. അതിൽ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തുന്നതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നതാണുള്ളത്. അതില് എ ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? എ ഓപ്ഷൻ ആണ്. ദെൻ 17ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ദെൻ 18ാമത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ നോക്കൂ. ആ ചോദ്യത്തിന്റെ ഡെപ്ത് കണ്ടോ? നമുക്ക് ഒരു സ്ക്രീനിൽ തന്നെ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചോദ്യമാണ്. സ്ക്രീനിന്റെ പകുതി AB ഓപ്ഷൻ മാത്രമേ നമുക്ക് വന്നേ ഉള്ളൂ. ഞാൻ സ്ക്രോൾ ചെയ്യാം. 18ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആണ്. നിതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് 1B 2C 3D 4A എന്ന് പറയുന്ന ഉത്തരമാണ്. സി ഓപ്ഷൻ ആണ് വരുന്നത്. വീണ്ടും നമുക്ക് 19ാമത്തെ ചോദ്യം എക്കണോമിക്സിൽ നിന്നുള്ള തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ ആ പ്രസ്താവന കൃത്യമായിട്ട് പ്രസ്താവന വായിക്കുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഇതിൽ ഡി ഓപ്ഷൻ ആണ്. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. എന്നാൽ പ്രസ്താവന അതിൽ നോക്ക് 1, 4 ശരിയല്ല. 1, 4 ശരിയല്ല. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് 20ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് 20 മുതലുള്ളത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതില് ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. കറക്റ്റ് ആണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. 7 അംഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ദെൻ മാത്രമല്ല 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിക്കപ്പെട്ടു എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് അല്ലേ? അപ്പൊ നോക്കൂ, BR അംബേദ്കർ അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. എ ഓപ്ഷനില് ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. ഭരണഘടനക്ക് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എ ഓപ്ഷൻ ആണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 21ാമത്തെ ചോദ്യം എഗെയിൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യന്. അതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ ആയിട്ട് വരുന്ന ഡി ഓപ്ഷൻ ആണ്. 1ഉം 3ഉം ശരി എന്ന് പറയുന്ന ഉത്തരം എടുക്കണം. ഓക്കെ. ദെൻ അടുത്ത 22ാമത്തെ ചോദ്യം എഗെയിൻ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എഗെയിൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭയുടെ ശരിയായ പ്രസ്താവനകൾ കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ആൻസർ നമുക്ക് ബി ഓപ്ഷൻ ആ വരുന്നത്.
1, 2 ശരിയാണ് എന്ന് പറയുന്ന ഉത്തരം. ദെൻ 23-ാമത്തെ ചോദ്യം, നമ്മൾ വേഗത്തിൽ ആൻസർ ആണ് നോക്കുന്നത്. 23-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് ഉചിതമായ പ്രസ്താവന ഏതാണ്? അത് 23-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് ഉചിതമായ പ്രസ്താവന. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് 1, 2, 4 ശരി എന്നാണ്. 1, 2 എ ഓപ്ഷൻ ആണ്. 1, 2, 4 ശരി. ദെൻ ഇനി നേരിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നാണ്. യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി ഓപ്ഷൻ ആണുള്ളത്. മൻസൂഖ് മാണ്ഡവ്യ എന്ന് പറയുന്ന ഉത്തരവാണ്. സി ഓപ്ഷൻ ആണ്. മൻസൂഖ് മാണ്ഡവ്യ. ഓക്കെ, നമ്മുടെ മന്ത്രിയാണ്. ദെൻ 25-ാമത്തെ ചോദ്യത്തിൽ വീണ്ടും സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് പാറ്റേൺ തന്നെയാണ് 24-ാമത്തെ ചോദ്യമുള്ള. 25-ാമത്തെ അഗെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 15-ാമത്തെ പ്രസിഡന്റാണ്, 14-ാമത്തെ പ്രസിഡന്റാണ്, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്, 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണർ ആയിരുന്നു. അതിൽ 1, 3 ശരി എന്നുള്ള ഉത്തരം. 1, 3 ശരി. ബി ഓപ്ഷൻ ആണ്. നമുക്ക് 1, 3 ശരി എന്നുള്ള ഉത്തരമാണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വേഗത്തിൽ നമുക്ക് പോയാൽ 26-ാമത്തെ ചോദ്യം. 26-ാമത്തെ ചോദ്യം അഗെയിൻ സ്റ്റേറ്റ്മെന്റ് പാറ്റേണിലുള്ള ചോദ്യമാണ്. ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യുന്ന ചോദ്യങ്ങളല്ല എക്സാമിന് വന്നത്. കൃത്യമായിട്ടുള്ള ഒരു അനലൈസ് ചെയ്താൽ മാത്രം ഉത്തരം കിട്ടുന്നതാണ്. 27-ാമത്തെ ചോദ്യം. അതിൽ 26-ാമത്തെ ചോദ്യമുണ്ട്. 26-ാമത്തെ ചോദ്യം നമ്മൾ വായിച്ചില്ലല്ലോ. നോക്കൂ കേട്ടോ. 26-ാമത്തെ ചോദ്യത്തില് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് എന്ന് പറയുന്ന ചോദ്യത്തിന് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഒന്നാമത്തെ അതിൽ അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ഡി ഓപ്ഷൻ ആണ് ശരിയുള്ളത്. അതിൽ വരുന്ന ഡി ഓപ്ഷൻ ആണ് ശരിയുള്ളത്. ദെൻ 27 സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി, അതും സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് പോയ ചോദ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത്. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് സ്നേഹസാന്ത്വനം പദ്ധതി എ ഓപ്ഷൻ ആണ്. നമുക്ക് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? എ ഓപ്ഷൻ ആണ്. 1 ശരി എന്ന് പറയുന്ന ഉത്തരം. ദെൻ അടുത്ത 28-ാമത്തെ ചോദ്യം. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏത് എന്നാണ്. അപ്പോൾ അതും കൃത്യമായിട്ടുള്ള റീഡിംഗ് ആവശ്യമാണ്. പോക്സോ നിയമത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന് ഉത്തരമായിട്ട് നമുക്ക് കാണിക്കാം. അതിൽ സി ഓപ്ഷൻ ആണ്. 1, 2, 3 ശരി. 4-ാമത്തെ പ്രസ്താവന ശരിയല്ല എന്ന രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ദെൻ ഇനി അടുത്തതിലേക്ക് 29-ാമത്തെ ചോദ്യം അല്ലെ. 29-ാമത്തെ ചോദ്യം വാത്സല്യ നിധിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നാണ് 29-ാമത്തെ ചോദ്യം. വാത്സല്യ നിധിയെ സംബന്ധിച്ച് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നുള്ളത് ഞാൻ ഉത്തരം മാത്രം വായിക്കുന്നുള്ളൂ. അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 1, 3 ശരി എന്നുള്ള ഉത്തരം. 1, 3 വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. 1, 3 ശരി എന്നുള്ള ഉത്തരമാണ്. അപ്പൊ തുടർച്ചയായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ LD ക്ലർക്ക് പരീക്ഷയിൽ വന്നത്. 30 വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്നാണ് 30-ാമത്തെ ചോദ്യം. കണ്ടില്ലേ? 30-ാമത്തെ ചോദ്യം ഉണ്ട്. ഇതിൽ ഏറ്റവും അനുയോജ്യമായത് 1, 2 ശരി എന്നുള്ള ബി ഓപ്ഷൻ ആണ്. ദെൻ 31-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ്. അതിൽ എ ഓപ്ഷൻ ആണ്. 2 ശരി എന്നാണ്. ശ്രീ എം ഷാജർ എന്നാണ് ഉത്തരം വരേണ്ടത്. അതിൽ 2 ശരി. എ ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. എന്താണ്? എ ഓപ്ഷൻ ആണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 32-ാമത്തെ വീണ്ടും
കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ സി ഓപ്ഷൻ ആണ്, അതായത് നേരിട്ട് ചോദിക്കേണ്ട ചോദ്യത്തിനെ ജസ്റ്റ് ഒന്ന് വളച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അതിൽ 2 ശരി എന്ന് പറയുന്ന ഉത്തരം, 2 ശരി എന്ന് പറയുന്ന ഉത്തരം ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 2 ശരി എന്നുള്ള ഉത്തരമാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് എന്ന ഉത്തരം. ദെൻ 33ാമത്തെ ചോദ്യം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പുമായി സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ഇതിന്റെയും ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് 4 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ 1, 3 ശരി എന്ന് പറയുന്ന ഉത്തരം ഏതാണ്? 1, 3 ശരി എന്നുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ദെൻ അടുത്തത് 34ാമത്തെ ചോദ്യത്തിന് നമുക്ക് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജനകല. ഡി ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഡി ഓപ്ഷൻ. 35ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് എടുക്കാം. അത് ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇനി അടുത്തത് ദ്രാവകാവസ്ഥയിലുള്ള യോജനകലക്ക് ഉദാഹരണം ഏത്? അല്ലെ, ദ്രാവകാവസ്ഥയിലുള്ള യോജനകലക്ക് ഉദാഹരണം ഏത് എന്നാണ്. അത് ഡി ആണ് ഉത്തരവുള്ളത്. രക്തം എന്ന് പറയുന്ന ഉത്തരം. ദെൻ അത് ബയോളജി ആയിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന അമോണിയെ അല്ലെ വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ് യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത് എന്നാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ബി ആണ്, കരൾ എന്ന് പറയുന്ന ഉത്തരം. കരൾ എന്ന ഉത്തരം. ഇനി മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? മുതിർന്നവരിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്രോമെഗാലി. സി ഓപ്ഷൻ ആണുള്ളത്. ദെൻ 39ാമത്തെ ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്നാണ്. അതിൽ എ ഓപ്ഷൻ ആണ്, ലൈസോസൈം എന്ന് പറയുന്നത്. ദെൻ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് ബി ആണ്, മിഠായി പദ്ധതി. ദെൻ 41ാമത്തെ ക്വസ്റ്റ്യന്, ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ കണ്ട അതേപോലെയുള്ള ക്വസ്റ്റ്യൻ സൗദി അറേബ്യ. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സൗദി അറേബ്യ. ദെൻ ഫിസിക്സിൽ നിന്നുള്ള 42 മുതൽ ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഞാൻ നേരിട്ട് അതിൻ്റെ ഉത്തരങ്ങളിലേക്കാണ് പോകുന്നത്. 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യന്. അവിടെ സി ഓപ്ഷൻ ആണ്, 2 ജൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്തത് 43, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം ഏത് എന്നാണ്. അതിന്റെ ഉത്തരം ഡി ഓപ്ഷൻ ആണ്, അപവർത്തനം. ദെൻ 44ാമത്തെ ചോദ്യമുണ്ട്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്ര എന്നാണ്. അതിൽ എ ഓപ്ഷൻ ആണ്, നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ദെൻ 45ാമത്തെ ചോദ്യത്തിൽ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്. ഇതാണ് ഓഗസ്റ്റ് 23. ബി ഓപ്ഷൻ ആണ്. ഇനി സൂര്യനെയും ബാഹ്യ വലയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യമേത്? സൂര്യനെ കുറിച്ചൊക്കെ പഠിക്കാൻ ആദിത്യൻ L1. ദെൻ രാജദ്രാവകം അക്വാറീജിയ എന്നാൽ എന്താണ് എന്നാണ്. നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദെൻ 1:3 അനുപാതത്തിലുള്ളതാണ്. ഇന്ത്യയിൽ 0 കാർബൺ നഗരം. 48ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 0 കാർബൺ നഗരം എന്നറിയപ്പെടുന്നത്. അതിൽ നമുക്ക് സി ഓപ്ഷൻ ആണുള്ളത്, സാഞ്ചി. ദെൻ 49ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? 49ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്?
അതിൽ സോഡിയം, ബി ഓപ്ഷന് സോഡിയം അമാൽഗം എന്ന ഉത്തരത്തിലേക്ക് വരാം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എ കോഡിൽ ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലും ദെൻ അവസാനം വന്ന ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ്. ദെൻ താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ്. ഡി ഓപ്ഷൻ ആണ് സിങ്ക് സൾഫൈഡ്. 51ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന പഠനമാണ്. ദെൻ അപ്പുക്കിളി ഒരു സാഹിത്യത്തിൽ നിന്നുള്ള ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പുക്കിളി ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഏത് കൃതിയിലാണ്? അതിന്റെ ഓപ്ഷൻ എ അപ്പുക്കിളി എന്ന് പറയുന്ന 52ാമത്തെ ഓപ്ഷൻ എ ആണ്, ചെമ്മീൻ. ഇതാണ്. ദെൻ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? 53ാമത്തെ ചോദ്യം. കീലേരി കുഞ്ഞിക്കണ്ണൻ ആണെങ്കിൽ സർക്കസ് ആണ്. സർക്കസ് അല്ലെ, കേരളത്തിലെ സർക്കസുമായി ബന്ധപ്പെട്ടതാണ് ആര്? കീലേരി കുഞ്ഞിക്കണ്ണൻ. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? അതാണ് എ ആണ്, കുഞ്ഞനന്ദൻ നായർ. കുഞ്ഞനന്ദൻ നായർ. അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പാലിലെ വെണ്ണ പോൽ വൈതാക്കി ചൊല്ലുന്നേൽ ഭാഗ്യം ഉള്ളോവർ, ഇങ്ങനെ ഇതിനെ പഠിച്ചോവർ. ഈ ഏത് കൃതിയിലെ വരികളാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അത് മുഹീദ്ദീൻ മാല, അതായത് അറബി മലയാളം വേർഷൻ ആണ്. മുഹീദ്ദീൻ മാലയാണ്. 55ന്റെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞ. 56ാമത്തെ ചോദ്യം. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിന്റെ രചന ഏത് എന്നാണ്. നമുക്ക് ബി ഓപ്ഷൻ ആണ്, ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ചോദ്യം. ആ ഒരു ഉത്തരമാണ് നമുക്ക് വരുന്നത്. ദെൻ 58 ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ, നോർവേ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാര് എന്നാണ്. നിഹാൽ സരിനും കൊനേരു, ഹംപി വിശ്വനാഥൻ ആനന്ദ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഉത്തരം എന്താണ്? ആർ പ്രഗ്യാനന്ദ. ദെൻ മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര് എന്നാണ് ചോദ്യം ഉള്ളത്. അതും നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് സി ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത്. ഉത്തരത്തിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് 59ാമത്തെ ചോദ്യം. 59ാമത്തെ ചോദ്യത്തിന് ബി ഓപ്ഷൻ ആണ്, ഗിഗാബൈറ്റ് എന്ന് പറയുന്ന ഉത്തരം. ഗിഗാബൈറ്റ്. തന്നിരിക്കുന്നവയിൽ സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. അപ്പോൾ അതും സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ ഉത്തരം 1 to 4 ഇവ മാത്രം ശരിയാണ് എന്ന് പറയുന്ന 1 to 4 ഇവ മാത്രം ശരിയാണ് എന്ന് പറയുന്ന ഉത്തരമാണ് വരുന്നത്. ദെൻ 61ാമത്തെ ചോദ്യം. 61ാമത്തത് കമ്പ്യൂട്ടറിൽ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് എന്നാണ്. സി ഓപ്ഷൻ ആണ്, ക്യാൻ എന്ന് പറയുന്ന. ലാനും വാനും മാനും ഒരേപോലെ വരുന്നതാണ്. അതിൽ ക്യാൻ ആണ് വരുന്നത്. ഇനി താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അത് ടെലിഗ്രാം. ഏതാണുള്ളത്? ടെലിഗ്രാം ആണ്. ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അത് ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ബി ഓപ്ഷൻ ആണ്, വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. അതാണ്. ഇനി 64ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യന്. അത് സംസ്ഥാനത്തിലാണെങ്കിൽ ഉറപ്പായിട്ട് സംസ്ഥാനത്തിലെ ഗവർണർ. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണെന്നാണ്. അതിൽ എ ആണ്, നിസ്വാർത്ഥ സേവനങ്ങൾ എന്ന് പറയുന്ന ഉത്തരം. നമുക്ക് 66ാമത്തെ ചോദ്യം. ഓൾറെഡി മലയാളം
ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 66ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാരുടെ ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദ്യമുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സി ഓപ്ഷൻ ആണ്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. ഇനി 67ാമത്തെ ചോദ്യം, ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ദെൻ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി പോക്സോ ആക്ട് വന്നത് 2012 എന്നാണ് നമുക്ക് ഉത്തരം. 2012. ഇനി 69ാമത്തെ ചോദ്യം, ലാസ്റ്റ് 2 ചോദ്യങ്ങൾ കൂടിയാണ് നമുക്കുള്ളത്. ജിക്ക് അത്യാവശ്യം നല്ല ജിക്കാണ് വന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഉണ്ട്, ഇൻഡയറക്റ്റ് വേർഷനും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് GK ചോദ്യങ്ങൾ. LD ക്ലർക്ക് തിരുവനന്തപുരം ജില്ല ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ LD ക്ലർക്കിന്റെ തിരുവനന്തപുരം ജില്ലയിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് ബി ഓപ്ഷൻ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? രേഖ ശർമ്മ. അങ്ങനെ GKയുടെ 70 ചോദ്യങ്ങൾ, തിരുവനന്തപുരം ജില്ല LD ക്ലർക്കിന്റെ 70 ചോദ്യങ്ങളാണ് ഡിസ്കഷനിൽ വന്നത്. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയുടെ LD ക്ലർക്ക് പരീക്ഷ കണ്ട മറ്റു ജില്ലയിലെ 13 ജില്ലയിലെയും ഉദ്യോഗാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ GK ചോദ്യങ്ങളിൽ നല്ല കൃത്യമായ തോതിലുള്ള GK ചോദ്യങ്ങളാണ് വന്നത്. അതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന് നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് വേർഷനിലാണ് ഈ ഒരു ചോദ്യ പേപ്പർ വന്നത്. അതുപോലെ നിങ്ങളുടെ പഠനം അതേ രീതിയിൽ പാകപ്പെടുത്തുക. നിങ്ങളുടെ പഠനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നിങ്ങൾക്ക് പരീക്ഷ അടുത്ത ജില്ലയിൽ 13 ജില്ലയിലും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാവുകങ്ങൾ നേരുന്നു. താങ്ക് യു.